വീണ്ടും ഒരു ആണവ ദുരന്തത്തിന്റെ നിഴലിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഉക്രൈനിലെ ചെർണോബിൽ ആണവ നിലയത്തിന് തൊട്ടടുത്ത് റഷ്യൻ സൈന്യം ബോധപൂർവം മിസൈൽ ആക്രമണം നടത്തിയെന്ന അതീവ ഗുരുതരമായ ആരോപണവുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി രംഗത്തെത്തി. ഞായറാഴ്ച ഉണ്ടായ ഈ ആക്രമണം ആഗോളതലത്തിൽ വലിയ ആഭ്യന്തര അന്താരാഷ്ട്ര ആശങ്കകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. യുദ്ധം തുടങ്ങി ഇത്രയും നാളായിട്ടും ആണവ സുരക്ഷാ മാനദണ്ഡങ്ങളെ പൂർണ്ണമായി ലംഘിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തുടരുന്നത് ലോകരാജ്യങ്ങളെ കടുത്ത ഞെട്ടലിലാഴ്ത്തിയിട്ടുണ്ട്. ഉക്രൈൻ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ചെർണോബിൽ ആണവ നിലയത്തിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഉപയോഗിച്ച ആണവ ഇന്ധന സംഭരണശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇന്ധന സ്വീകരണ കെട്ടിടത്തിനാണ് റഷ്യൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. ആണവ അവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖലയ്ക്ക് നേരെയുണ്ടായ ഈ ആക്രമണം വലിയൊരു ദുരന്തത്തിന്റെ വക്കിലെത്തിച്ചെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുടെ ഈ പുതിയ സൈനിക നീക്കത്തെ അങ്ങേയറ്റം നീചമായ ആക്രമണം എന്നാണ് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വിശേഷിപ്പിച്ചത്. കേവലം ഒരു സൈനിക താവളത്തെയോ തന്ത്രപ്രധാനമായ നഗരത്തെയോ ആക്രമിക്കുന്നത് പോലെയല്ല ആണവ നിലയങ്ങളുടെ പരിസര പ്രദേശങ്ങളെ ലക്ഷ്യമിടുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റഷ്യയുടെ ഇത്തരം ആണവ ഭീഷണികൾക്കെതിരെയും അതിക്രമങ്ങൾക്കെതിരെയും അന്താരാഷ്ട്ര സമൂഹം വെറും വാക്കുകളിൽ ഒതുക്കാതെ കൂടുതൽ ശക്തവും നിർണായകവുമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആഗോള നേതാക്കളോട് ശക്തമായി ആവശ്യപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് ഉക്രൈനിലെ പൊതുജനങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര സമൂഹത്തിലും വലിയ രീതിയിലുള്ള ആശങ്കകൾ പടർന്നിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഉക്രൈനിലെ ഔദ്യോഗിക ആണവ ഊർജ കമ്പനിയായ എനർഗോട്ടം പുറത്തുവിട്ട വിശദീകരണം വലിയൊരു ആശ്വാസമാണ് നൽകിയത്. ആക്രമണം നടക്കുന്ന സമയത്ത് കേടുപാടുകൾ സംഭവിച്ച ഈ പ്രത്യേക കെട്ടിടത്തിനുള്ളിൽ ഉപയോഗിച്ച ആണവ ഇന്ധനങ്ങൾ ഒന്നും തന്നെ സൂക്ഷിച്ചിരുന്നില്ല എന്ന് എനർഗോട്ടം വ്യക്തമാക്കുകയുണ്ടായി. കെട്ടിടത്തിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള റേഡിയേഷൻ ചോർച്ചയിലേക്ക് നയിക്കാവുന്ന സാമഗ്രികൾ അവിടെ ഇല്ലാതിരുന്നതിനാൽ വലിയൊരു ആണവ ദുരന്തമാണ് തലനാരിഴയ്ക്ക് ഒഴിവായത്. ഈ മിസൈൽ ആക്രമണത്തിൽ ആർക്കും തന്നെ പരിക്കേൽക്കുകയോ ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഉക്രൈൻ ആണവ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുദ്ധമേഖലയിലെ കടുത്ത സാഹചര്യങ്ങൾക്കിടയിലും ഇവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായി കാണുന്നു. ഏറ്റവും നിർണായകമായ കാര്യം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ മേഖലയിലെ റേഡിയേഷൻ നിരീക്ഷണ സംവിധാനങ്ങൾ ഉക്രൈൻ അധികൃതർ സജീവമായി പരിശോധിച്ചു എന്നതാണ്. പരിശോധനകളിൽ അന്തരീക്ഷത്തിലെ റേഡിയേഷൻ അളവിൽ യാതൊരുവിധ വർധനവും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമായി. റേഡിയേഷന്റെ തോത് സാധാരണ നിലയിൽ തന്നെ തുടരുന്നത് വലിയൊരു ആണവ ഭീഷണി നിലവിലില്ല എന്നതിന്റെ ആശ്വാസകരമായ തെളിവാണ്. എങ്കിലും ചെർണോബിൽ പോലുള്ള ഒരു ചരിത്രപരമായ ആണവ ദുരന്ത ഭൂമിക്ക് തൊട്ടടുത്ത് വീണ്ടും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ആഗോള ആണവ സുരക്ഷാ ഏജൻസികളെ തെല്ലൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. 1986 മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ ആണവ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ചെർണോബിൽ. അന്ന് സംഭവിച്ച ദുരന്തത്തിന്റെ റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങളും മലിനീകരണവും പൂർണ്ണമായി വിട്ടുമാറാത്ത സാഹചര്യത്തിൽ വീണ്ടും ഒരു ആക്രമണം ആ പഴയ മുറിവുകളെയും ഭീതിയെയും വീണ്ടും ഉണർത്തുന്നതാണ്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയെ ഉക്രൈൻ ഔദ്യോഗികമായി വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. ആണവ സുരക്ഷയിൽ ലോകത്തിന്റെ കാവലാളായ IAEA വിഷയം വളരെ ഗൗരവത്തോടെയാണ് എടുത്തിരിക്കുന്നത്. തങ്ങളുടെ പ്രത്യേക വിദഗ്ധ സംഘം ഉടൻ തന്നെ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തുമെന്നും IAEA നേതൃത്വം അറിയിച്ചു. യുദ്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ ചെർണോബിൽ, സപ്പോറിഷ്യ തുടങ്ങിയ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങൾ വലിയ നയതന്ത്ര തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ആണവ നിലയങ്ങളെ ഒരു യുദ്ധായുധമായോ അല്ലെങ്കിൽ പ്രതിരോധ പരിചയായോ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. റഷ്യ ബോധപൂർവം ലോകത്തെ ഭയപ്പെടുത്താൻ ഇത്തരം കേന്ദ്രങ്ങൾക്ക് സമീപം ആക്രമണം നടത്തുകയാണെന്നാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. തന്ത്രപ്രധാനമായ ഈ ആണവ അവശിഷ്ട സംഭരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണം ഭാവിയിൽ വലിയ തോതിലുള്ള പരിസ്ഥിതി നാശത്തിന് കാരണമായേക്കാവുന്ന നീക്കങ്ങളുടെ തുടക്കമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ആണവ ഇന്ധനങ്ങൾ സൂക്ഷിക്കുന്ന കോൺക്രീറ്റ് കവചങ്ങൾക്കോ സംഭരണികൾക്കോ നേരിട്ട് ആഘാതമേറ്റാൽ അത് യൂറോപ്പിനെ മുഴുവൻ ബാധിക്കുന്ന റേഡിയോ ആക്റ്റീവ് മേഘങ്ങൾക്ക് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഓരോ ചെറിയ സ്ഫോടനവും അതീവ ജാഗ്രതയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്.
ഉക്രൈനിലെ ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കാനും രാജ്യത്തെ കടുത്ത ഭീതിയിലാഴ്ത്താനും റഷ്യൻ സൈന്യം അവരുടെ വ്യോമാക്രമണ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുന്നതായി പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ആണവ മേഖലയ്ക്ക് സമീപമുള്ള ഇത്തരം പശ്ചാത്തല സൗകര്യങ്ങൾ തകർക്കുന്നതിലൂടെ ഉക്രൈന്റെ ആണവ സുരക്ഷാ പരിപാലന സംവിധാനങ്ങളെ നിശ്ചലമാക്കുക എന്ന ഗൂഢലക്ഷ്യവും ഇതിന് പിന്നിൽ ഉണ്ടായേക്കാം. റഷ്യയുടെ ഭാഗത്തു നിന്നും ഈ ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. പലപ്പോഴും തങ്ങൾ ആണവ നിലയങ്ങളെ ലക്ഷ്യം വെക്കുന്നില്ലെന്നും ഉക്രൈൻ തന്നെയാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ പ്രകോപനം സൃഷ്ടിക്കുന്നതെന്നുമാണ് റഷ്യൻ പക്ഷത്തിന്റെ വാദം. എങ്കിൽ പോലും ചെർണോബിലിന്റെ 15 കിലോമീറ്റർ പരിധിയിൽ മിസൈലുകൾ പതിക്കുന്നത് യാദൃശ്ചികമായി കാണാൻ കഴിയില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. ആഗോളതലത്തിൽ ഈ സംഭവം റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കണമെന്ന ആവശ്യത്തിന് ശക്തി പകർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യയുടെ ആണവ ഊർജ്ജ മേഖലയ്ക്ക് മേൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് ഉക്രൈൻ യൂറോപ്യൻ രാജ്യങ്ങളിലോട് ആവശ്യപ്പെടുന്നു. സുരക്ഷാ മുൻകരുതലുകൾ പാളിയാൽ ഉണ്ടാകുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി പ്രവചനാതീതമായിരിക്കും. വരും ദിവസങ്ങളിൽ IAEA വിദഗ്ധരുടെ പരിശോധനാ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ ഈ ആക്രമണം കെട്ടിടത്തിന്റെ ഘടനയെ എത്രത്തോളം ബാധിച്ചുവെന്നും ഭാവിയിൽ ഇവിടെ ഇന്ധനം സംഭരിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നും വ്യക്തമാവുകയുള്ളൂ. അതുവരെയും ചെർണോബിൽ മേഖലയിൽ പൂർണ്ണമായ സുരക്ഷാ നിരീക്ഷണവും ജാഗ്രതയും തുടരാനാണ് ഉക്രൈൻ ആണവ സുരക്ഷാ വിഭാഗത്തിന്റെ തീരുമാനം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ ആണവ ഭീഷണിയുടെ നിഴലിലാണ് ഇപ്പോൾ ഈ പ്രദേശം തുടരുന്നത്.